Magic World by Jiva. Love is the best ingredient. So be in love. Like, share and subscribe. ഹലോ, അങ്ങനെ ഒത്തിരി നാളിന് ശേഷം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നാടൻ ബീഫ് ലിവർ റോസ്റ്റാണ്. അതിന് വേണ്ടി ലിവർ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യുക. 5 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് ഒന്നുകൂടെ മാരിനേറ്റ് ചെയ്ത് 5 മിനിറ്റ് വെച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർത്ത് നന്നായിട്ട് ബോയിലാവാൻ വയ്ക്കുക. ആ സമയത്ത് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് അതിലേക്ക് മസാലാസൊക്കെ ഇട്ട്, മസാലാസ് മീൻസ് എന്താ, മസാല സ്പൈസസ് അതെല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ സവോളയൊക്കെ നൈസായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുക. അത് പെട്ടെന്ന് സോട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് സോട്ടായി വരും. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് നന്നായി വഴറ്റി എടുത്തതിന് ശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്യാം. ഇതിനിടയ്ക്ക് നമ്മൾ മറന്നു പോകരുത്, നമ്മൾ ബീഫ് ലിവറാണ് ബോയിൽ ചെയ്യാൻ വെച്ചേക്കുന്നത്. സോ ചില നല്ല സ്മെല്ലുണ്ടാവും. സോ ഹാഫ് ബോയിലൊന്നും പറ്റില്ല, ഫുൾ നന്നായിട്ട് വെന്ത് എന്നാൽ ഹാർഡും ആവരുത്. ആ ഒരു രീതി വേണം അത് കോരി മാറ്റാനായിട്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ സോട്ട് ചെയ്ത സവോളയിലേക്ക് കുറച്ച് തക്കാളിയൊക്കെ ചേർത്ത് സെറ്റ് ചെയ്യാം. നമുക്കിതുപോലെ വേണം ബീഫിൻ്റെ ലിവർ കോരി മാറ്റാനായിട്ട്. അതിനുശേഷം നമ്മൾ ഈ സോട്ട് ചെയ്തതെല്ലാം നന്നായിട്ട് ഒന്ന് ഇഴുകി ചേർന്നു എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയിലെത്തുമ്പോൾ നമുക്കതിലേക്ക് ഗരം മസാല ചേർക്കാം. ഈ ഗരം മസാല, പിന്നെ നമ്മുടെ ഉലുവാപ്പൊടി, ഇതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു റോസ്റ്റ് വയ്ക്കുമ്പോൾ. പിന്നെ പെരിഞ്ജീരകം ചേർക്കുക, കുരുമുളക്, ഒപ്പം തന്നെ മീറ്റ് മസാല. ഏറ്റവും ടേസ്റ്റ് ഇതിന് കൂടുന്നത് മീറ്റ് മസാല ആഡ് ചെയ്യുമ്പോഴാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നല്ലതായിട്ട് ക്രഷ് ചെയ്ത കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്, മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച നമ്മളുടെ ബീഫ് ലിവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് സോസസ്, അതായത് സോയ സോസും ചില്ലി സോസും അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ സോസും ചേർക്കാന്നുണ്ടെങ്കിൽ ടേസ്റ്റ് എക്സ്ട്രാ ആവും. പ്ലസ് നമുക്ക് നമ്മുടെ കോക്കനട്ടിൻ്റെ ചെറിയ ചെറിയ ക്രഷ്ഡ് പാർട്സ് ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. എന്തായാലും ഞാൻ വെച്ച രീതിയിൽ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അറ്റ്ലീസ്റ്റ് നല്ല മൊരിഞ്ഞ ദോശയുടെ കൂടെ, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.